നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ധനുഷിന്റെ കാണാതായ ഈ മാല കിട്ടിയതേ എനിക്കല്ല, കേരള പോലീസിന്. അതെവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും രസകരം. ഈ വീട്ടിലെ മുഴുവൻ ആളുകളെയും കൊല്ലാൻ നോക്കിയൊരു പ്രതിയില്ലേ, അജയ്, അവന്റെ ഡെഡ് ബോഡിയിൽ നിന്നാ പോലീസിന് ഈ മാല കിട്ടിയത്. എന്റെ കൂട്ടുകാരി കളക്ടർ ശാലിനിയില്ലേ, അവൾ പറഞ്ഞിട്ട് ഈ മാല എനിക്ക് പരിചയമുണ്ടോന്ന് ACP സാർ എന്നോട് വിളിച്ചു ചോദിച്ചു. അപ്പോ അനഘയ്ക്കൊരു സംശയമല്ല, അവൾ ഉറപ്പ് പറഞ്ഞു ഇത് ധനുഷിന്റെ തന്നെയാണ്. ആ സംശയം ഒന്ന് തീർക്കാൻ വന്നതാ ഞാൻ. ഈ മാല എങ്ങനെയാ അജയന്റെ ഡെഡ് ബോഡി വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എനിക്കത് അറിയേണ്ട കാര്യമില്ല. അത് അറിയേണ്ടത് ACPക്ക്. അദ്ദേഹം വന്ന് ചോദിക്കുമ്പോ ധനുഷ് പറഞ്ഞാൽ മതി. ഇത് ഡ്യൂപ്ലിക്കേറ്റാ, ഒറിജിനല് ACPയുടെ കയ്യിലുണ്ട്. ഇതെന്റെ മാല അല്ലല്ലോ, ഇതെന്റെ മാല അല്ല. ഞാൻ അങ്ങനെ പറഞ്ഞാ ആണെന്ന് തെളിയിക്കാൻ എന്തെന്റെ അർച്ചന മേഡത്തിന്റെ കയ്യിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയും കാണിച്ചു എന്നെ അകത്തിടാൻ ഇറങ്ങിയതാണോ അർച്ചന മേഡം? ഇത് എന്റെ അല്ലെന്ന് ഞാൻ പറഞ്ഞ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതെങ്ങനെ തീരും? നെല്ലിശ്ശേരി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ദിവസം ആ സന്തോഷം സോഷ്യൽ മീഡിയയിൽ കൂടി കൂട്ടുകാരെ അറിയിക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോയിൽ കഴുത്തിക്കിടന്ന് വെട്ടിത്തിളങ്ങുന്നുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയുടെ ഒറിജിനൽ. ഈ ഫോട്ടോയും എന്റെയും അനഘയുടെ മൊഴിയും കളക്ടർ ശാലിനിയുടെ ഒരു ഫോൺ കോളും. വർഷം മിനിമം 12 വർഷമെങ്കിലും എടുക്കും നിനക്ക് പിന്നെ പുറം ലോകം കാണാൻ. ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുന്ന ഞാനത് ഉറപ്പായിട്ടും ചെയ്യുമെന്ന് നിനക്കറിയാം. അറിയേണ്ട കാര്യം അല്ലെങ്കിലും ഞാനൊന്ന് ചോദിക്കുക, നീ എന്തിനാ അജയനെ കൊന്നത്? കൊല്ലാൻ മാത്രം നിനക്കും അവനും തമ്മിൽ എന്തെത്ര വൈരാഗ്യം? പറയില്ലെന്നറിയാം, എങ്കിലും ചോദിച്ചേ ഉള്ളൂ. ചോദിക്കേണ്ടവര് അധികം വൈകാതെ എവിടേക്ക് വരും. അപ്പൊ പറഞ്ഞാ മതി എന്തിനാ കൊന്നേന്ന്. ഞാനല്ല അജയനെ കൊന്നത്, വേറൊരാളാ. ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. വേണ്ട, നീ പറയണ്ട. നിന്റെ വേറൊരാൾ ആരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ അത് പറയണമെന്നില്ല. അർച്ചന മാഡം, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഈ മാല എന്റേതാണെന്ന് ആരും അറിയരുത്. അതിനെന്ത് പ്രതിഫലവും തരാൻ ഞാൻ തയ്യാറാ. ഉറപ്പാണോ? ഉറപ്പ്. എന്തിനും ഞാൻ റെഡിയാ. എങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെ. സ്നേഹയെ മറന്ന് നീ ഈ നാട്ടിൽ നിന്നും പോണം. ഇനി ഒരിക്കലും നിന്നെ ഈ നാട്ടിൽ ആരും കാണരുത്.
എന്താ സമ്മതാണോ? എന്താ നീ ഇപ്പൊ പൊട്ടിച്ചിരിക്കാത്ത? അതിനർത്ഥം സമ്മതമാണെന്നാണോ? സമ്മതമാണ്. ഞാൻ സ്നേഹിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി ഈ നാട്ടിൽ തന്നെ പോയിക്കോളാം. വാക്കിനും പ്രവൃത്തിക്കും വിലയില്ലാത്തവനല്ലേ. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം, ഞാൻ പോയിക്കോളാം. പക്ഷെ എനിക്ക് 2 ദിവസം സമയം തരണം. 3-ാം ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. സത്യം. ശരി, 2 ദിവസം 48 മണിക്കൂർ സമയം നിനക്കുണ്ട്. 49-ാം മണിക്കൂറിൽ നിന്നെ പിന്നെ കണ്ട എന്നോടൊപ്പം പോലീസും കാണും. നിന്നോട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ കൂടി നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ ഇവിടുത്തെ ആളുകളുടെ, പ്രത്യേകിച്ച് അച്ഛന്റെ അവസ്ഥ ഓർത്ത് മാത്രം. ഈ 2 ദിവസത്തിനുള്ളിൽ നീ വേറെന്തെങ്കിലും പണിയൊപ്പിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ സംഭവിക്കും. എന്നോട് പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്താ നിന്റെ കാര്യം കട്ടപ്പോകയാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ സർ, ഞാൻ അർച്ചനയാ. നേരത്തെ ശാലിനി പറഞ്ഞിട്ട് സാർ എന്നെ വിളിച്ചിരുന്നു. ആ, മനസ്സിലായി. പറയൂ അർച്ചന. സർ, അത് അജയന്റെ ബോഡി തന്നെ ആയിരുന്നു. അതിതുവരെ കൺഫേം ആക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോഴും സംശയം മാത്രമേ ഉള്ളൂ. ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഉറപ്പ് പറയാൻ കഴിയൂ. ഞാൻ അയച്ചു തന്ന ആ മാല അർച്ചനയ്ക്ക് അറിയാവുന്നതാണോ? ആരുടെയെങ്കിലും കഴുത്തിൽ അതുപോലൊരെണ്ണം അർച്ചന കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല സർ, അങ്ങനൊരു മാല ആരുടെയും കയ്യിലുള്ളതായിട്ട് എനിക്കറിയില്ല. അതെന്തായാലും അജയന്റേതല്ല. അയാളുടെ ബന്ധുക്കൾ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആ വീട്ടിലുള്ള എല്ലാവരെയും ഫോട്ടോ ഒന്ന് കാണിക്കാം. ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പറയണം. പറയാം സർ. അത് അജയന്റെ മാല അല്ലാത്ത സ്ഥിതിക്ക് ചിലപ്പോ മരണവെപ്രാളത്തിൽ കൊല്ലാൻ ശ്രമിച്ചവരുടെ കഴുത്തിൽ നിന്നും അജയൻ പൊട്ടിച്ചെടുത്തതായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.